ഈ സിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി HR ആയിട്ടും പിന്നെ ഹസ്ബൻഡ് പ്രോജക്ട് മാനേജറായിട്ടും ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. PR-ഉമായിട്ട് ദുബായിൽ നിന്ന് കാനഡയിലെത്തി. ഇപ്പൊ 5 വർഷത്തിന് ശേഷം രണ്ടുപേരും രണ്ട് വഴിക്ക്. കാനഡയിൽ വന്നിട്ട് 6 months കഴിഞ്ഞാണ് വൈഫിന് ജോലി കിട്ടുന്നത്. ഹസ്ബൻഡിന് പിന്നെയും 6 months എടുത്തു. അതായത് ഓൾമോസ്റ്റ് 1 year എടുത്തു ഹസ്ബൻഡിന് ഒരു ജോലി കിട്ടാൻ. ഒരു 2 years കഴിഞ്ഞപ്പം ഇവരിവിടെ സ്വന്തമായിട്ട് വീടൊക്കെ വാങ്ങിച്ചു. അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ പിന്നെ ഫാമിലി ഇഷ്യൂസ്, ജോബ് ഹണ്ടിങ് ഇഷ്യൂസ്. കുറച്ച് കഴിഞ്ഞ് വൈഫിന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ ആ കമ്പനിയുടെ CEO-യുമായിട്ട് വേറെ ഒത്തിരി കൺട്രീസിൽ ഇവർക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഈ യാത്രകൾക്കിടയിൽ നമ്മുടെ CEO ഒരു വില്ലനായിട്ട് മാറി. നമ്മുടെ കഥാനായികയുടെ കുഞ്ഞു കുഞ്ഞു ഫാമിലി ഇഷ്യൂസ് മനസ്സിലാക്കിയ CEO അത് മുതലാക്കി അവരുടെ ഫാമിലി ലൈഫ് കംപ്ലീറ്റ്ലി അങ്ങ് തകർത്തു. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. വിത്തിൻ 1 year ഡിവോഴ്സ് കിട്ടി. പിന്നെ ഇവരുടെ 2 മക്കളും ചെറിയ മക്കളാണ്. അങ്ങനെ പുള്ളിയുടെ കാര്യം ഇപ്പം കുറച്ച് കഷ്ടത്തിലാണ്. പ്രതീക്ഷിക്കാതെ ലൈഫിൽ വന്ന് തിരിച്ചടി എങ്ങനെ നേരിടുമെന്നുള്ള ആലോചനയിൽ അബ്യൂസീവ് പാർട്ട്നേഴ്സ് തമ്മിൽ പിരിയുന്നത് നല്ലത് തന്നെ. പക്ഷെ അബ്യൂസീവ് അല്ലാത്ത വർഷങ്ങളായിട്ട് നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന കപ്പിൾസിന്റെ ഇടയിലേക്ക് അവരുടെ സാഹചര്യം മുതലാക്കി ഒരു വില്ലനോ വില്ലത്തിയോ കടന്നു വന്ന് അതിന്റെ പേരിൽ അവർ പിരിയേണ്ടി വരുമ്പോൾ കുറച്ച് കഷ്ടമാണ്.